പ്രേക്ഷകർ കാത്തിരുന്ന ഒരു എവിക്ഷൻ തന്നെയാണ് ഈ ഒരാഴ്ച. കാരണം ഒരുപാട് മത്സരാർത്ഥികളെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഇത്തവണ ഈ ഒരാഴ്ച ബിഗ് ബോസിൽ നടന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലും പുറത്തു പോകാനുള്ള സാധ്യത ഈ ഒരു എവിക്ഷനിലുണ്ട്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു എവിക്ഷനാണ് ആദിലയുടേത്. ആദില ഈ ഒരാഴ്ച കാണിച്ചത് വളരെയധികം ചീപ്പ് ഗെയിം ആണെന്നും ആദില അവിടെ തുടരാൻ അർഹതയില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ്, അതുകൊണ്ട് തീർച്ചയായും പുറത്തു പോകണമെന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിഗ് ബോസിൽ നിന്നും രണ്ടുപേർ പുറത്തായിരിക്കുകയാണ്. ഒന്ന് വൈൽഡ് കാർഡിലൂടെ എത്തിയ ജിഷിനാണ്. വൈൽഡ് കാർഡിലൂടെ വന്ന് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വലിയ ഓളമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് ജിഷിൻ അങ്ങ് താഴ്ന്നുപോയി. ഒരു അനക്കമോ മറ്റൊരു കണ്ടന്റോ അവിടെ കൊടുക്കാതായി. അതേപോലെ ഒന്നാമത്തെ ദിവസം മുതൽ 57 ദിവസം ബിഗ് ബോസിൽ നിന്ന് മറ്റൊരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുകയാണ്. നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്ന നല്ല എനർജറ്റിക് ആയിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അഭിലാഷ്. അഭിലാഷും ഇത്തവണ ഈ ആഴ്ച ബിഗ് ബോസിൽ പുറത്തായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ പ്രേക്ഷകർക്ക് ഏറെ നിരാശയുള്ളത് ആദില പുറത്തു പോയില്ല എന്നുള്ളത് തന്നെയാണ്. ആദിലയേക്കാൾ യോഗ്യൻ അഭിലാഷ് തന്നെയാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. അഭിലാഷിന് പകരം ആദില പോയിരുന്നുവെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായേനെ. കാരണം ഇത്തവണ മനഃപൂർവ്വം അടിയുണ്ടാക്കുന്നതും അനീഷിനോട് മനഃപൂർവ്വം മെക്കിട്ട് കയറുന്നതും ബാക്കിയുള്ളവരെല്ലാം ചൊറിയുന്ന രീതിയിലായിരുന്നു ആദിലയുടെ പെരുമാറ്റം. ഒരു ടാസ്ക് പോലും കുളമാക്കി തന്നു. അങ്ങനെയുള്ള ആദിലയെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പുറത്താക്കൽ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.